ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ഗരം മസാലൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെങ്ങനെയാണ് വീട്ടിലിങ്ങനെ ഗരം മസാല ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഗരം മസാലയ്ക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകം, തൈക്കോലം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകളൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഗരം മസാല ഉണ്ടാക്കുമ്പോൾ കറുവപ്പട്ട എടുക്കണം, അതിൻ്റെ പകുതി മാത്രം ഗ്രാമ്പു എടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗരം മസാലയ്ക്ക് ഭയങ്കര ഒരു കുത്തലിൻ്റെ ഒരു ഇത് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ഗരം മസാല ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം, ബിരിയാണിക്ക് ഇടാം, എല്ലാത്തിനും ഇടാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗരം മസാല ഉണ്ടാക്കി ഇതുപോലെ ഒരു ബോട്ടിലിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും, നോൺ വെജിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ഗരം മസാലൻ്റെ